ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലുമുള്ളവനല്ലോ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ 3 ഭാഗ്യവാന്മാർ എന്ന് പറയുന്നുണ്ട്. ഒന്ന്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, 1-ാം അധ്യായം 12-ാം വാക്യം. 2, 1-ാം അധ്യായം 23-ാം വാക്യം. ന്യായപ്രമാണം അനുഷ്ഠിച്ച് അതിൽ നിലനിൽക്കുന്നവൻ ഭാഗ്യവാൻ. ഒന്ന് വായിച്ച് കേൾക്കാം. 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാൻ ആരാണ് എന്ന് അവസരം പറയുകയാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ, യാക്കോബിൻ്റെ ലേഖനം ആത്മീയമായ പക്വതയ്ക്കുള്ള ലേഖനമാണ്. ആത്മീയമായ പക്വത നേടാനുള്ള ലേഖനമാണ്. ആത്മീയമായ പക്വതയുടെ ലേഖനമാണ്. സ്പിരിച്വൽ മെച്യൂരിറ്റി. ആത്മീയമായ പക്വത പ്രാപിക്കുന്ന മനുഷ്യൻ വാസ്തവത്തിൽ ഭാഗ്യവാനാണ്. ഭാഗ്യവാൻ ഏതെല്ലാം കാര്യങ്ങളാണ് ഭാഗ്യവാൻ എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. 1, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒട്ടേറെ പരീക്ഷകൾ, ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഒട്ടേറെ പരീക്ഷകൾ നാം സഹിക്കേണ്ടി വരും. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ എല്ലാം നാം പോകേണ്ടി വരും. പക്ഷേ അത് സഹിക്കണം, സന്തോഷത്തോടെ സഹിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത്. ദൈവം ആരെയും ദോഷങ്ങളിൽ പരീക്ഷിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് തുടർന്ന് പറയുന്നതാണത്. 2-ാമത്തെ ഭാഗ്യവാൻ 1-ാം അധ്യായം 23-ാം വാക്യം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഒന്ന് വായിച്ച്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. കേട്ടു മറന്നുപോവുകയല്ല, അത് പ്രവൃത്തിയിലാക്കും. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ വചനം കേട്ട് ജീവിതത്തിലത് പകർത്തുന്നവൻ, ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവൻ, അവനാണ് ഭാഗ്യവാൻ. അതിൽ നിലനിൽക്കുകയും ചെയ്യണം. അനുഷ്ഠിക്കണം, അതിൽ നിലനിൽക്കണം. ഇട്ടിട്ട് പോവുകയല്ല, നിലനിൽക്കണം. വചനം കേൾക്കണം, വചനപ്രകാരം ജീവിക്കണം. കുറച്ച് നാൾ ജീവിച്ചിട്ട് പോവുകയല്ല, അതിൽ നിരന്തരം നിലനിൽക്കണം. അവൻ ഭാഗ്യവാനാണ്. വചനം കേൾക്കണം, വചനത്തിൽ നിലനിൽക്കണം, അത് ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാം വചനം കേൾക്കുന്നവരാണ്. സ്ഥിരമായി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നാം പടിപടിയായിട്ട് വളരും, പടിപടിയായിട്ട് ഉയരും. സ്ഥിരമായിട്ട് ജീവിതത്തിലുള്ള നിഷ്ഠയിൽ നിന്ന് പുറകോട്ട് മാറാതെ, ജീവിതത്തിൽ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് മാറാതെ, പാപത്തിൻ്റെ ഒരു കണിക പോലും വരാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരാം, നമുക്ക് ഉയരാം, ഉയർന്നു പോകാം. എവിടെ? ആത്മാവിൽ. പുറമേ ആ ഉയർച്ചയും വളർച്ചയും ആരും കണ്ടുവന്ന് വരികയില്ല. പക്ഷേ ആത്മാവിൽ ധൈര്യം ഉണ്ടായിരിക്കും, പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. ആത്മാവിൽ നല്ല കരുത്തുണ്ടായിരിക്കും. നാം ശക്തരായിരിക്കും. ശക്തന് മാത്രമേ ഒരു ബലഹീനനെ താങ്ങാൻ പറ്റുകയുള്ളൂ. അശക്തരായവരെ ശക്തരായവരാണ് താങ്ങുന്നത്. ശക്തരായ നാം അശക്തരുടെ ബലഹീനതകൾ താങ്ങണമെന്ന് റോമർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും. നാം ശക്തരായിട്ട് വേണം ബലഹീനരായവരെ, ബലമില്ലാത്തവരെ താങ്ങുകയും അവരെ ചുമക്കുകയും ചെയ്യുവാൻ. അനേകരെ നാം വഹിച്ചുകൊണ്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ചാർച്ചയിലുള്ളവർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ ഏറ്റവും അടുപ്പത്തിൽ സ്നേഹത്തിലുള്ളവർ, നമ്മുടെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ, നമ്മുടെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്നവർ, ഇങ്ങനെ അനേകരെ നാം വഹിക്കേണ്ടിയിരിക്കുന്നു. അനേകരെ നാം ചുമന്ന് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. അതാണല്ലോ സുവിശേഷ വേല ചെയ്യണം. എന്നാൽ
അതിന് സാധിക്കണമെങ്കിൽ ഞാൻ ശക്തനാകണം. നാം ഓരോരുത്തരും ശക്തരാകണം. ശക്തനായതിന് മാത്രമേ ബലഹീനരെ താങ്ങാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 1, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 2, ന്യായപ്രമാണം കേട്ട് അത് അനുഷ്ഠിക്കണം, അതിൽ നിലനിൽക്കുകയും ചെയ്യണം, അങ്ങനെയുള്ളവൻ ഭാഗ്യവാൻ. 3-ാമത്തേതാണ് ഇപ്പോൾ വായിച്ചത്. നമുക്ക് വായിക്കാം. 5-ാം അധ്യായം 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. സഹിഷ്ണുത, ടോളറൻസ്, ഫോർബറൻസ്, എന്താണത്? നാം വെറും സഹിക്കലല്ല, അത് സന്തോഷത്തോടെ നാം ഏറ്റെടുക്കുകയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എതിർപ്പുകളെയും എല്ലാം ഒരു ചാഞ്ചല്യവുമില്ലാതെ, മനഃചാഞ്ചല്യമില്ലാതെ, മനസ്സിലൊരു കൂസലുമില്ലാതെ, നാം അതിൽ മനസ്സ് പതറാതെ, ഭീരുക്കളാകാതെ, തോറ്റു പിന്മാറാതെ നാം അത് ഏറ്റെടുക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നമുക്ക് അനേകം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടല്ലോ അനേകം പ്രശ്നങ്ങൾ. ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ, എന്തുമാത്രം പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത് ഓരോ ദിവസവും. എന്തുമാത്രം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കൊച്ചു കുട്ടികൾ, അവർക്ക് എന്താ പ്രശ്നം തോന്നും? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്നാ പ്രശ്നം? കോളേജിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി പ്രശ്നം ഉണ്ടായിന്ന് വരാം. എന്നാലും എന്തുകൊണ്ട് സാരമില്ല, ജീവിതത്തെ പ്രവേശിച്ചില്ലല്ലോ. പക്ഷേ നമ്മുടെ ടീനേജേഴ്സ്, നമ്മുടെ യുവാക്കന്മാർ, യുവത്വത്തിലേക്ക് കാലുന്നവരെല്ലാം, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എല്ലാവരും, അവർ താങ്ങാൻ പറ്റുന്നതിലപ്പുറം മനസ്സിൽ ടെൻഷൻ കൊണ്ട് നടക്കുക. മനസ്സിങ്ങനെ ഉരുകി തിളയ്ക്കുകയാണ്. എന്തു വലിയ കടുത്ത നൈരാശ്യമാണ്, കടുത്ത നൈരാശ്യം. വാസ്തവത്തിൽ ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഹൈസ്കൂളിലും കോളേജിലും മറ്റും ഇന്ന് വലിയ വേലകൾ നടക്കേണ്ടിയിരിക്കുന്നു. എന്താ വേല? ഞാൻ പറയും, ഇന്ന് യുവജനങ്ങളുടെ ഇടയിലുള്ള വേല എന്ന് പറയുന്നത് അവരെ ബോധവൽക്കരിക്കണം, അവരെ ക്രിസ്തുവിലേക്ക് നടത്തണം, അവർക്ക് ശാന്തത കൊടുക്കണം. ഉരുകി തിളയ്ക്കുന്നവരുടെ ഹൃദയത്തിൽ ശാന്തത കൊടുക്കണം. ഉരുകി നീറി തീർന്നുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ആ നീറ്റൽ അകറ്റണം. അത് നമുക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും, ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. മാതാപിതാക്കൾക്ക് സാധിക്കും, അധ്യാപകർക്ക് സാധിക്കും, സാമൂഹിക പ്രവർത്തകർക്ക് സാധിക്കും, പുരോഹിതന്മാർക്ക് സാധിക്കും, സൺഡേ സ്കൂൾ അധ്യാപകന്മാർക്ക് സാധിക്കും, ഓരോരുത്തർക്ക് സാധിക്കും. നാം ഓരോരുത്തരും വാസ്തവത്തിൽ ഡിവോട്ടഡ് ആണെങ്കിൽ, നാം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിതരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഞാൻ പറയും, നിങ്ങൾ ഡിവോട്ടഡ് ആകണമെന്ന്. ദൈവത്തോടൊരു വാക്ക് പറയണം നിങ്ങൾ. കർത്താവേ, ഈ ലോക ജീവിതം നഷ്ടപ്പെട്ടു പോകാനുള്ളതല്ല, ഈ ലോക ജീവിതം വ്യർത്ഥമാക്കാനുള്ളതല്ല. ഈ ലോക ജീവിതം കർത്താവേ അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് അനേകം ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു വരാനുള്ളതാണ്. പണ്ട് സുകുമാർ അഴീക്കോട് ക്ലാസ്സിൽ പറഞ്ഞു, ജനനമെന്ന് 3 അക്ഷരം കൊണ്ട് ആരംഭിച്ച് മരണമെന്ന് 3 അക്ഷരത്തിൽ അവസാനിക്കാനുള്ളതല്ല ജീവിതം എന്ന 3 അക്ഷരം. അല്പം അർത്ഥവത്തായി തോന്നി. ഞാൻ അന്ന് തന്നെ കുറിച്ച് വെച്ചു. ജനനമെന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കാനുള്ളതല്ല ജീവിതം എന്ന 3 അക്ഷരം. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയ്ക്ക് ജീവിതം, ആ ജീവിതം അങ്ങനെ ജീവിച്ചങ്ങ് തീരാനുള്ളതല്ല. വികാർ ഓഫ് ഫേക്ക് ഫീൽഡ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. വികാർ ഓഫ് ഫേക്ക് ഫീൽഡ് എഴുതിയത് ചാൾസ് ഡിക്കൻസാണ്. ചാൾസ് ഡിക്കൻസ് എഴുതിയ പ്രസിദ്ധമായ ഒരു നോവലാണ് വികാർ ഓഫ് ഫേക്ക് ഫീൽഡ്. അതിലൊരു പ്രിംറോസ് എന്ന് പറയുന്നൊരു വൈദികനുണ്ട്, പുരോഹിതനുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഏതാ വീട്? അതെൻ്റെ സ്വർഗ്ഗ വീടാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞാൻ. ആ സ്വർഗ്ഗ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. കേൾവിക്കാർക്ക് മനസ്സിലായില്ല, എന്താ സ്വർഗ്ഗ വീട്? അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ഓരോ ചുവടും വീട്ടിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു ആ കഥാപാത്രത്തിന്, വ്യക്തമായ ധാരണ. ഞാൻ സ്വർഗീയ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പ്രിയൻ്റെ നാട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പും ഞാൻ വയ്ക്കുന്നത് യേശുവിൻ്റെ അരിയിലേക്കാണ്. ഓരോ ചുവടും ഞാൻ വയ്ക്കുന്നത് എൻ്റെ നിത്യതയിലേക്കാണ്. ഓരോ ചുവടും ഞാൻ വയ്ക്കുന്നത് എൻ്റെ മരണത്തിലേക്കാണ്. ഓരോ ചുവടും വയ്ക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ 2ാമത്തെ വരവിലേക്കാണ്. ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം നിസ്സാരം.
എല്ലാം. ഇവിടെയുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ ചുമന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. അനേകം മാതാപിതാക്കൾ വിളിക്കുന്നുണ്ട് എന്നെ. വിളിക്കുന്നത് എന്താ പറയുന്നറിയാമോ? മോന് ഒരു സമാധാനമില്ല, അവനിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മോൾക്കൊരു സമാധാനമില്ല, അവൾക്ക് വായിക്കാൻ പറ്റുന്നില്ല, അവൾ അലസമായി കിടക്കുന്നു, എപ്പോഴും ഒരു ഫോൺ അവളുടെ കയ്യിൽ കാണും, ആരെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്തിനാണാവോ? എന്തിനാ ഈ എത്ര ഫ്രണ്ട്ഷിപ്പ് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഫ്രണ്ട്ഷിപ്പാണ്. എൻ്റെ ദൈവമേ, എൻ്റെ മോൻ്റെ പഠിത്തം പോകുന്നു, എൻ്റെ മോള് തീരെ പഠിക്കുകയോ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല, അപകടത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ദൂരെ നിന്ന് ഒരാൾ വിളിച്ചു, മോന് വായിക്കണമെന്ന് തോന്നുന്നില്ല, നല്ലപോലെ വായിച്ച് നല്ല ഉയർന്ന മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വചനമാണ്, പക്ഷേ ഇപ്പോൾ അവന് വായിക്കണമെന്ന് തോന്നുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വല്ല പ്രേമോ മറ്റോ ആണോ? അറിയാൻ പാടില്ല സാറേ, അങ്ങനെയൊന്നും ഉള്ളതായിട്ടൊന്നും ഞങ്ങളോടൊന്നും പറയില്ല, പക്ഷെ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ വല്ലതും ആണെങ്കിൽ അവനെ സ്നേഹത്തോടെ വിളിച്ച് അവനോട് പറയണം, അപകടത്തിലേക്ക് പോകല്ലേ മോനെ, അത് അപകടമാണ്, അതിലേക്ക് പോയാൽ പ്രേമത്തിലേക്കും പ്രണയത്തിലേക്കൊക്കെ പോയാൽ നിന്റെ ജീവിതം നശിച്ചു പോകും, നിൻ്റെ പഠിത്തം മുടങ്ങിപ്പോകും, നിനക്ക് അതേ ഒരു ചിന്ത മാത്രമായി തീരും, ഇത് അപകടമാണ്. അവന് പറഞ്ഞു കൊടുക്ക്, അവന് നല്ല സുബോധം കൊടുക്കുക, അവൻ ബോധം കൊടുത്ത് അവൻ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പിന്നെ ഞാൻ കേൾക്കുന്നത്, അനേകം പേര്, ഒരാളല്ല, അനേകം ചെറുപ്പക്കാർ, സ്കൂളിലും കോളേജിലും മറ്റും ചെറുപ്പക്കാർ അനേകർ ഈ മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. എന്തിന്? ജീവിതം കളയുന്നതിനാ? നൈരാശ്യം ബാധിച്ചിരിക്കുന്നു. ഫ്രസ്ട്രേറ്റഡ് ജനറേഷൻ, നൈരാശ്യം ബാധിച്ച ഒരു സമൂഹം, ഫ്രസ്ട്രേഷൻ, നൈരാശ്യം ബാധിച്ചിരിക്കുന്നു. ഏതോ ഒരു നിരാശ. എന്തിനു വേണ്ടിയ നിരാശ? ആർക്കും അറിഞ്ഞുകൂടാ. നിരാശയിലായിരിക്കുന്നയാൾക്കും അറിഞ്ഞുകൂടാ. ഒരു നിരാശ വന്ന് കയറുന്നു, ഒരു ആദി വന്ന് കയറുന്നു. പൈശാചികൻ അനേകരെ കുരുക്കിലിട്ട് നിത്യ നരകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആത്മഹത്യ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നരകത്തേക്കാണ്, സംശയമില്ലല്ലോ. ആത്മഹത്യ ചെയ്യുന്നയാൾ ഒരു കാരണവശാലും സ്വർഗ്ഗത്തിലെത്തുകയില്ല. കാരണം നമ്മുടെ ജീവൻ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവം തന്ന ജീവൻ നമുക്ക് നശിപ്പിക്കാൻ അവകാശമില്ല. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവൻ നരകത്തിലേക്ക് നേരെ പോവുകയാണ്, ഒരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനേകം യുവജനങ്ങൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മക്കൾ ഇന്ന് അപകടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഓരോ സംഭവങ്ങൾ കേൾക്കും തോറും നമ്മൾ പത്രങ്ങളും മറ്റും വായിക്കുമ്പോഴും അനേകം കുട്ടികൾ നശിക്കുന്നു, കുട്ടികൾ നശിപ്പിക്കുന്നു, അനേകം യുവാക്കന്മാർ തകർന്നു പോകുന്നു, യുവജനങ്ങൾ ഇന്ന് അപകടകരമായ വഴിയിലേക്ക് തിരിയുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ആ ഭയാനകമായ നീർച്ചുഴിയിൽപ്പെട്ട് കറങ്ങുന്ന മനുഷ്യൻ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു നല്ല ഉറപ്പുള്ള സ്തംഭത്തിൽ, ഉറപ്പുള്ള തൂണിൽ പിടിച്ചില്ലെങ്കിൽ അവൻ തകർന്നു പോകും. ഈ കയത്തിൽ താണു പോകുമ്പോൾ ഉറപ്പുള്ളൊരു തൂണിൽ പിടിക്കണം, ഉറപ്പുള്ള പാറയിൽ ചവിട്ടി നിൽക്കണം. ക്രിസ്തുവാണത്. ക്രിസ്തുവിൽ ചവിട്ടി നിൽക്കണം, ക്രിസ്തുവിൽ ഊന്നി നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ളതായ ആശ്രയം ഇല്ലാതെ പോയാൽ എല്ലാം തകർന്നു പോകും. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അവർക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിലിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മക്കളിലേക്ക് ദൈവാത്മാവ് പകരുകയുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ച് നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ തീ കത്തുമ്പോൾ മക്കളിലേക്ക് ആ തീയുടെ ചൂടും വെളിച്ചവും കടന്നു ചെല്ലും. നമ്മുടെ മക്കളെക്കുറിച്ച് ഇന്ന് കരയേണ്ടിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞല്ലോ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. മക്കളെ ഓർത്ത് കരയേണ്ട കാലമായി. മക്കളെ ഓർത്ത് നാം കരയണം. ഇന്ന് മനസ്സ് വിഷമിച്ച് ഉള്ളുരുകി അകം പുകഞ്ഞ് വലയുന്ന ചെറുപ്പക്കാരായാലും പ്രായമായവരായാലും അവർക്ക് ജീവിതത്തിൻ്റെ യാതനകളെ കാണുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള സഹിഷ്ണുത ആവശ്യമാണ്. സഹിഷ്ണുത, പതറാതെ നേരിടാൻ സാധിക്കണം. രോഗമാകട്ടെ, അല്ല പണത്തിൻ്റെ ഞെരുക്കമാകട്ടെ, കടത്തിൻ്റെ പ്രാരബ്ധമാകട്ടെ, കുടുംബത്തിലെ ക്ലേശങ്ങളാകട്ടെ, എന്തും ഇന്ന് നാം ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതാണ്. എല്ലാം സഹിഷ്ണുതയോടെ നാം വീക്ഷിക്കണം. ഇന്ന് ഫ്രസ്ട്രേറ്റഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു കാര്യത്തിൽ മാത്രമല്ല. ഇന്ന് വിവാഹം കഴിഞ്ഞാൽ നിസ്സാര കാര്യത്തിന് വഴക്കായി, പിന്നെ ഡൈവോഴ്സായി, പിന്നെ വിവാഹമോചനത്തിലേക്ക് നീങ്ങുകയാണ്. അതിനൊരു കൂസലില്ലാതായിരിക്കുകയാണ് വിവാഹമോചനം. ഒന്ന് സഹിഷ്ണുതയോടെ വീക്ഷിക്കാൻ പറ്റുന്നില്ല, സഹിഷ്ണുതയോടെ ഒന്ന് സമീപിക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങളൊക്കെ പൊരുത്തക്കേടുകൾ കാണും. രണ്ട് തായ് വഴിയിൽ വരുന്നവരല്ലേ,
രണ്ട് വിവിധ ഹെറിഡിറ്റീസ്, വിവിധ പാരമ്പര്യത്തിൽ വരുന്നവരല്ലേ. അതുകൊണ്ട് രണ്ടുപേർക്കും അവരവരുടേതായ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനനുസരണമായ ചില കാര്യങ്ങളൊക്കെ കാണും. ഒരാളുടെ അഭിപ്രായഗതി ആയിരിക്കില്ല മറ്റേയാൾക്ക്. ഭർത്താവിൻ്റെ അഭിപ്രായഗതിയോട് പക്ഷേ ഭാര്യ അപ്പോൾ ഇണങ്ങിയെന്ന് വരികയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണ്ടേ, ഒന്ന് ചേർന്ന് പോകാൻ സാധിക്കണ്ടേ, പരസ്പരം ഒന്ന് ഇണങ്ങിപ്പോകാൻ പറ്റണ്ടേ. അതിന് മനസ്സില്ല, സഹിഷ്ണുതയില്ല. എന്ന് സമൂഹത്തിൽ വന്നിരിക്കുന്ന വലിയൊരു കെടുതിയാണത്. സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ കേടാണ്. സഹിഷ്ണുതയോടെ വീക്ഷിക്കുക. ഒന്ന് വിനയത്തോടെ, സ്നേഹത്തോടെ, സൗമ്യതയോടെ, മധുരമായി സംസാരിക്കാനും പെരുമാറാനും സാധിക്കുക. മധുരം നമ്മുടെ നാവിൽ വരട്ടെ, മധുരം നമ്മുടെ വാക്കുകളിൽ വരട്ടെ, മധുരം നമ്മുടെ നോട്ടത്തിൽ വരട്ടെ, മധുരം നമ്മുടെ സമീപനത്തിൽ വരട്ടെ. മധുരം പകരുക. ദൈവത്തിന് സ്തോത്രം. മധുരം കൊടുക്കാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ മക്കൾക്ക് മധുരം കൊടുക്കുക, ഭാര്യയ്ക്ക് മധുരം കൊടുക്കുക, ഭർത്താവിന് മധുരം കൊടുക്കുക, മാതാപിതാക്കൾക്ക് മധുരം കൊടുക്കുക, പ്രായമായ മാതാപിതാക്കൾക്ക് കൂടുതൽ മധുരം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയോടെ എല്ലാം വീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. കുടുംബജീവിതമാണല്ലോ നമ്മുടെ പ്രധാന വിഷയം തന്നെ. കുടുംബജീവിതം, ഒരു കുടുംബ സമാധാനവും ശാന്തിയുമുള്ളൊരു കുടുംബം. പ്രതിസന്ധികളില്ലാത്ത കുടുംബങ്ങളല്ല. എല്ലാ കുടുംബങ്ങളിലും അതാത് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്, പ്രതിസന്ധികളുമുണ്ട്, ദുരിതങ്ങളുണ്ട്, യാതനകളും വേദനകളുമുണ്ട്, രോഗങ്ങളുണ്ട്, ആപത്തുകളുണ്ട്, അത്യാഹിതങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. എന്നാൽ ഇതിനെയെല്ലാം നാം സഹിഷ്ണുതയോടെ വീക്ഷിക്കണം. നാം വളരെ ശാന്തമനസ്സോടെ വീക്ഷിക്കണം. അതിൽ നാം പിടയ്ക്കരുത്, നാം പതറരുത്, നാം വലഞ്ഞു പോകരുത്, നാം അമ്പരപ്പിലാകരുത്. നാം ഓർത്തുകൊള്ളണം, എനിക്കൊരപ്പനുണ്ട് സ്വർഗത്തിൽ. സ്തോത്രം. എനിക്കൊരു യേശുവുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു രക്ഷകർത്താവുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. എൻ്റെ യേശു എൻ്റെ രക്ഷകൻ. എൻ്റെ കരത്തിൽ അവൻ പിടിച്ചിരിക്കുന്നു. എന്നെ അവൻ കൈവിട്ട് കളയുകയില്ല, ഒരു കാരണവശാലും എന്നെ വിടുകയില്ല. ആർക്കും എന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയുമില്ല. അവൻ്റെ കയ്യിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. അവൻ എൻ്റെ വലം കരത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വായിക്കൂ 43-ാം അധ്യായം യെശയ്യാ 1-ാം വാക്യം മുതൽ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്നെ സൃഷ്ടിച്ചവനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ സൃഷ്ടാവ് നിന്നോട് അരുളി ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകളെ ഞാൻ കൊടുത്തിരിക്കുന്നു. നിൻ്റെ പേരിലുള്ള പാപങ്ങളുടെ കടച്ചീട്ട് ഞാൻ കീറിക്കളഞ്ഞിരിക്കുന്നു. നിൻ്റെ പേരിലുള്ള പാപങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ കുരിശിൽ മരിക്കേണ്ടി വന്നത്. നിൻ്റെ പേരിലുള്ള പാപങ്ങൾ എൻ്റെ മേൽ ഞാൻ ഏറ്റെടുത്തതുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷയാണ് കുരിശിൽ ഞാൻ വഹിച്ചത്. നീ ഏൽക്കേണ്ട ശിക്ഷ ഞാൻ ഏറ്റിരിക്കുകയാണ്. ഇനി നിനക്കതിൻ്റെ ശിക്ഷ ആവശ്യമില്ല. നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിൻ്റെ പേരെനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിൻ്റെ പേരെനിക്കറിയാം. നിൻ്റെ അഡ്രസ്സ് എനിക്കറിയാം. നിൻ്റെ കഴിഞ്ഞകാല ജീവിതം എനിക്കറിയാം. നീ എവിടെയെല്ലാം നടന്നവനാണെന്ന് എനിക്കറിയാം. എന്തെല്ലാമായിരുന്നു നിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, നിൻ്റെ കഴിഞ്ഞ ജീവിതം എന്താണെന്ന് എനിക്കറിയാം. എല്ലാം എനിക്കറിയാം. നിൻ്റെ കഴിഞ്ഞ കാലം ഞാൻ അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ വെള്ളത്തിൽ കൂടി കടക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നദികളിൽ കൂടി നീ കടക്കുമ്പോൾ നദിയിലെ പെരുവെള്ളം നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാനാണ് നിന്റെ രക്ഷകൻ. ഞാനാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഞാനാണ് നിന്റെ പരിപാലകൻ. ഞാൻ നിന്റെ രക്ഷകനാകുന്നു. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും കൊടുത്തിരിക്കുന്നു. നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. എത്യോപ്യ കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ മകനെ, നിന്നെ ഞാൻ വിലയേറിയനായി ഞാൻ സ്നേഹിച്ചിരിക്കുകയാണ്. നീ എനിക്ക് മാന്യനായി നിന്നെ കണ്ടിരിക്കുകയാണ്. ലോകത്തിന് നീ മാന്യനല്ല. തെറ്റുകൾ നിനക്ക് പറ്റിയിട്ടുണ്ട്. നിനക്ക് തന്നെ നീ മാന്യനല്ല. അനേകം തെറ്റുകൾ നിന്നെ കുറ്റബോധം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ടായിരുന്നുള്ള ചിന്ത നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പാവം എത്ര ഭയാനകമാണെന്നുള്ള ചിന്ത നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിന്നെ മാന്യനാക്കിയിരിക്കുന്നു. സ്തോത്രം. മാന്യനാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ മാന്യനാക്കിയിരിക്കുന്നു.
ഞാൻ നിന്നെ വിലയേറിയവനായി എണ്ണിയിരിക്കുന്നു, വിലപ്പെട്ടവനായി ഞാൻ കാണുന്നു. നിന്നെ നിസ്സാരനായിട്ട് ഞാൻ കാണുന്നില്ല. നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. അവയ്ക്കൊന്നുകൂടെ വായിക്കാം. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ നീ സ്നേഹിച്ചിരിക്കുക. എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകം മനുഷ്യരെ ഞാൻ കൊടുത്തിരിക്കുകയാണ്, അനേകം മനുഷ്യരെ നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ്, അനേകരെ നിനക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുകയാണ്. നിനക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നിന്നെ ഞാൻ മാന്യനാക്കിയത് അനേകരെ മാന്യനാക്കുന്ന മഹത്തായ പ്രക്രിയയ്ക്ക് വഴി കാണിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് അനേകരെ ഒരുക്കാനാണ്. നിന്നെ ഞാൻ നിസ്സാരനാക്കിയിട്ടല്ല കാണുന്നത്. ഈ ഭൂമിയിൽ നിന്നെ വിലയേറിയനായി ഞാൻ കാണുകയാണ്. ഈ ഭൂമിയിൽ നിന്നെ മാന്യനായി ഞാൻ കാണുകയാണ്. നിന്നിൽ നിന്നുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിവർത്തിക്കാനുണ്ട്. അനേകരെ ഈ മാന്യതയിലേക്ക് നയിക്കാൻ എനിക്കുണ്ട്. അനേകരെ ശ്രേഷ്ഠമായ പദവികളിലേക്ക് കൊണ്ടുവരാൻ എനിക്കുണ്ട്. നിന്നിൽ ഒരാളിൽ ചവിട്ടി നിന്നുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിവർത്തിക്കാനുണ്ട്. നിന്നിൽ നിന്നിട്ട് വേണം നിൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കാൻ. നിന്നിൽ നിന്നിട്ട് വേണം നിൻ്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ. മോളെ, നിന്നിൽ നിന്നിട്ട് വേണം നിൻ്റെ ഭർത്താവിനെ വീണ്ടെടുക്കാൻ. മോനെ, നിന്നിൽ നിന്നിട്ട് വേണം നിൻ്റെ മാതാപിതാക്കളെ വീണ്ടെടുക്കാൻ. ദൈവത്തിന് സ്തോത്രം. അനേകരെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുക എന്നുള്ള മഹത്തായ ഒരു യത്നമാണ് ഇതിൻ്റെ കയ്യിൽ മുമ്പിലുള്ളത്. യജ്ഞം, യാഗം, മഹത്തായ ഒരു യാഗമാണ് ഇതിൻ്റെ മുമ്പിലുള്ളത്. യജ്ഞം, യാഗം, അനേകരെ ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് കൊണ്ടുവരാനുള്ളതായ മഹത്തായ യജ്ഞത്തിൽ അതിനുള്ള നിയോഗം നിനക്ക് തന്ന് നിന്നെ ഫലമേൽപ്പിച്ച് തന്നെ വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം വിലയേറിയവരാണ്, നാം മാന്യരാണ്, നമുക്ക് അഡ്രസ്സുണ്ട്. ഒരു കാലത്ത് അഡ്രസ്സില്ലായിരുന്നു, ശരിയാണ്. ഒരു കാലത്ത് ചെളിയിൽ കിടന്നവരായിരുന്നു, ശരിയാണ്. ഒരു കാലത്ത് ദൈവം ഇല്ലാത്തവരായിരുന്നു, ശരിയാണ്. ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. ഒരു കാലത്ത് വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയും, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ദൈവമില്ലാത്തവരായിരുന്നു. ആരാണ് ദൈവം? അറിഞ്ഞുകൂടാ. യേശു ആരാണ്? അറിഞ്ഞുകൂടാ. നമസ്കാരം ചൊല്ലുന്നുണ്ട്, കുരിശ് വരയ്ക്കുന്നുണ്ട്. യേശു ആരാണ്? പള്ളിയിൽ പോകുന്നുണ്ട്, നല്ല വസ്ത്രം എടുത്ത് പള്ളിയിൽ പോകും. അത് ആ വസ്ത്രം പള്ളിയിൽ പോകാനുള്ള വസ്ത്രമാണ്, അത് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെയും അടുത്ത ഞായറാഴ്ച പിന്നെയും പള്ളിയിൽ പോകും. കൃത്യമാണ്, ചിട്ടപ്പെട്ട ജീവിതമാണ്. പക്ഷേ മകനെ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കഴിഞ്ഞകാല ജീവിതത്തിലെ അനർത്ഥങ്ങൾ നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് ലജ്ജ തോന്നും. പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹിഷ്ണുതയോടെ നാം ഇതിനെയെല്ലാം നേരിടണം. ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെ സഹിഷ്ണുതയോടെ നേരിടണം. സഹിഷ്ണുതയോടെ നേരിടുന്നവനാണ് ഭാഗ്യവാൻ. ഈ യോബിൻ്റെ സഹിഷ്ണുത നാം കണ്ടല്ലോ. അപ്പോസ്തലൻ പറയുകയാണ്, സഹിഷ്ണുതയോടെ നേരിടണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇനി ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ യേശുവിൻ്റേതാണ് എന്നുള്ള ചിന്ത നിങ്ങൾ ഭരിക്കട്ടെ. യേശു നിങ്ങളുടെ പാവം മുഴുവൻ തന്നെ രക്തത്താൽ കഴുകി മായിച്ചു തന്നു എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വരട്ടെ. നിങ്ങൾക്ക് പാവത്തോട് യാത്ര ചെയ്യാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ കർത്താവ് കഴുകിത്തരും, വിശ്വസിക്കൂ. പാവം വേണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ അശുദ്ധമായ ജീവിതത്തിൻ്റെ ഏറ്റവും അഴുക്കായ വഴികളിലേക്ക് ഇനി ഞാൻ പോവുകയില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ പാവത്തോട് എന്നേക്കുമായി വിട പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, അതൊരു മഹാഭാഗ്യമായ തീരുമാനമാണ്. ഇനിയില്ല, പാവമില്ല, ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഉറപ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ മഹാഭാഗ്യം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ രോഗങ്ങൾ ചിലപ്പോൾ പറന്നു പോകും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശൂന്യതകൾ മാറിപ്പോകും. മനസ്സിലെ നൈരാശ്യങ്ങൾ വിട്ടുപോകും. ജീവിതം നല്ല പ്രഫുല്ലമാകും. ജീവിതം നല്ല വിടർന്നു വരും, നല്ല പുഷ്പം പോലെ വിടർന്നു വരും. ജീവിതം ശോഭായമാനമാകും. ജീവിതം ഭാസുരമാകും. ജീവിതം തേജസ്സുള്ളതായിത്തീരും. ജീവിതം മൂല്യമുള്ളതായിത്തീരും. ജീവിതം അർത്ഥവത്തായിത്തീരും. ഈ ജീവിതം വ്യർത്ഥമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ്. നിങ്ങൾ കേൾക്കൂ, ഈ ജീവിതം കളഞ്ഞു കുളിക്കരുത്. ഈ ജീവിതം പിശാചിന് കൊടുക്കരുത്. പാവം ചെയ്ത പിശാചിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കരുത്. പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ യേശു വന്നിരിക്കുന്നു. യേശു നിന്നെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ നിന്റെ കരം നീട്ടിയിരിക്കുന്നു. ആ തൃക്കരം നീ കാണുക, കരത്തിലുള്ള ആണിപ്പാട് നീ കാണുക, ആ കരത്തിലുള്ള രക്തം നീ കാണുക. ചുടുരക്തം നിന്നെ വീണ്ടെടുക്കാനുള്ള രക്തമാണ്, നിന്നെ കഴുകുന്ന രക്തമാണ്. ഇപ്പോൾ നീ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് പറയൂ, കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ നൊഴിയ തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ ഒന്ന് കഴുകണമേ. യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ആവസിക്കണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിന്നെ സ്തുതിപ്പാൻ, നിന്നെ വാഴ്ത്തുവാൻ, നിൻ്റെ മഹത്വത്തോടെ നിൻ്റെ മഹത്വം എണ്ണി പറഞ്ഞ് നിന്നെ വാഴ്ത്തുവാൻ എനിക്ക് ഭാഗ്യം തരണമേ.
മഹത്വത്തിനുടെ അവനെ വാഴ്ത്തി വാഴ്ത്തി പാടുവാൻ ഈ കൃപ തരണമേ. സ്തുതിക്കാനുള്ള ഭാഗ്യം തരണമേ. കർത്താവേ, എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയണമേ. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയം വിശുദ്ധി കൊണ്ട് നിറയണമേ. യേശുവേ, എൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയണമേ. യേശുവിനെയും ഈ ലോകത്തുള്ള മറ്റുള്ളവരെയും എല്ലാം സ്നേഹിപ്പാനുള്ള ഒരു പുതു ഹൃദയം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, സഹിഷ്ണുതയെക്കുറിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. സഹിഷ്ണുത എന്തായെന്ന് പഠിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. സഹിഷ്ണുത എന്തായെന്ന് അനുഭവിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. ഒന്നിലും പതറിപ്പോകാതെ, ഒന്നിലും മടുത്തു പോകാതെ സഹിഷ്ണുതയോടെ ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ കൃപ തരണമേ. അടിയങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ യോബിൻ്റെ സഹിഷ്ണുത ഞങ്ങൾ കേട്ട് കർത്താവേ, ഞങ്ങൾക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. നാനാദേശങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്നവരുടെ മേൽ നാഥ, നിൻ്റെ തിരുവചനം ഇന്ന് ഹൃദയത്തിൽ പതിയുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ഊതണമേ. അവിടുത്തെ പരിശുദ്ധ വചനം അവിടുത്തെ അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.